നടന്റെ സങ്കടമായി മാറിയ കുഞ്ഞാലിന്റെ ഭൗതികദേഹം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ നിന്ന് ഭൗതികദേഹം ആംബുലൻസ് കയറ്റിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് 10 മാസം മാത്രം പ്രായമായ ആലിൻ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായി മാറിയ ആലിൻ കേരളത്തിന്റെ നൊമ്പരം കൂടിയായിരുന്നു. ഫെബ്രുവരി 5-നായിരുന്നു ആലിൻ അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് മസ്തിഷ്കമരണം സംഭവിച്ചു. ആലിൻ്റെ അവയവങ്ങൾ മറ്റ് 5 കുരുന്നുകൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ദാനം നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സംസ്കാര ചടങ്ങുകളിൽ കാര്യങ്ങൾ കിടക്കുന്നത്. 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ മടങ്ങുന്നത്. അങ്ങേറ്റം സങ്കടകരമായ എന്നാൽ മറ്റൊരർത്ഥത്തിൽ 5 കുഞ്ഞുങ്ങളിലൂടെ ഇനിയും ആലിൻ ഒരുപാട് കാലം ജീവിക്കും, സന്തോഷമായി ജീവിക്കുമെന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ ആലിന് യാത്ര മൊഴിയേകുകയാണ്. ആലിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവസാനം നോക്ക് കാണാൻ ഒരുപാട് മനുഷ്യരാണ്. ആലിനെ നേരിട്ടറിഞ്ഞും അറിയാതെയും കുടുംബക്കാരും അല്ലാത്തവരുമായ ഒരുപാട് മനുഷ്യരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഷിജോ ചെയ്യുന്നു. ഷിജോ പറയൂ. സുഹൈല, കുഞ്ഞുമാലാക ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷം ശുശ്രൂഷയും പൂർത്തിയാക്കി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിലാണ് കുഞ്ഞുമാലാഖ ആലിൻ ഷെറിൻ എബ്രഹാം അന്ത്യനിദ്ര കൊള്ളുക. പള്ളിയിലേക്ക് അല്പസമയത്തിനകം കുഞ്ഞിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പള്ളിയിലേക്ക് എത്തും. പള്ളിയിൽ വെച്ച് ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി കുഞ്ഞുമാലാഖയ്ക്ക് കേരളക്കര വിട ചൊല്ലുക. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 8 മണിക്ക് വീട്ടിൽ തുടങ്ങിയ പൊതുദർശനം അല്പസമയം മുമ്പ് 2 മണിവരെ നീണ്ടു നിന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുഞ്ഞിനെ അവസാനമായൊന്ന് കാണാനായിട്ട് നെടുങ്ങാടപ്പള്ളിയിലെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിസഭയിലെ മന്ത്രി റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ, VN വാസവൻ അടക്കമുള്ള മന്ത്രിമാരെത്തി. അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജ് കൂടി പള്ളിയിലേക്ക് വരും. അവിടെ വെച്ചായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ അന്തിമോപചാരവും അതുപോലെ തന്നെയുള്ള ഔദ്യോഗിക യാത്രയയപ്പും നൽകുക. അതിനകത്ത് എല്ലാ ആളുകളും, ആയിരക്കണക്കിന് ആളുകൾ ഈ അന്ത്യയാത്രയുടെ ഭാഗമാകാനായിട്ട്, ഈ കുടുംബത്തോടൊപ്പം നിൽക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പള്ളിയിൽ തന്നെ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത് കുഞ്ഞിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ്. തുറന്ന ആംബുലൻസിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കയറ്റിയിട്ടുണ്ട്. അവിടുന്ന് വിലാപയാത്രയായിട്ട് നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിലേക്ക് കൊണ്ടുവരും. ആ പള്ളിയിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ, ആ കല്ലറയോട് ചേർന്ന് തന്നെ ഒരു മാലാഖയുടെ രൂപം കൂടി കാണാം. വെറും 10 മാസം പ്രായമായ സുന്ദരിയായ ഒരു മാലാഖ കുഞ്ഞാണ് 5 പേർക്ക് പുതുജീവനേകി ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഹ്രസ്വകാലം മാത്രമായിരുന്നു ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ആ ഹ്രസ്വകാലത്തെ തൻ്റെ എല്ലാ കടമകളും പൂർത്തിയാക്കി 5 പേർക്ക് പുതുജീവൻ നൽകി ആ കുഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. ആയിരക്കണക്കിന് ആളുകൾ ഈ ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 5 കുരുന്നുകൾക്ക് നവജീവനേകി 10 മാസം പ്രായമായ കുഞ്ഞ് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഒരുമയുടെ സന്ദേശം കൂടി അതിനകത്ത് പകർന്നു നൽകുന്നുണ്ട്. ആ കുഞ്ഞ് 5 പേർക്കാണ് ആ കുഞ്ഞിൻ്റെ അവയവം ദാനമായി നൽകുന്നത്. ആ കുഞ്ഞിൻ്റെ അവയവത്തിലൂടെ അവർ ജീവിക്കും. അവരിലൂടെ ഈ കുഞ്ഞു മാലാഖ കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന ഈ കുഞ്ഞു മാലാഖ കുഞ്ഞു കൂടി ജീവിക്കും എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ റീച്ചായൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞ് പോയെങ്കിലും മറ്റ് 5 കുഞ്ഞു ചെറുമക്കളെ കൂടി കിട്ടുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായി വികാരാധീനനായി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും ആലിൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു മനോധൈര്യം നമ്മൾ അങ്ങേയറ്റം ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. അവരുടെ ഒരൊറ്റ തീരുമാനം കൊണ്ട് തന്നെയാണ് ഈ ആലിൻ്റെ 5 അവയവങ്ങൾ 5 കുരുന്നുകൾക്ക് ജീവനേകുന്നത്. എന്തായാലും അല്പസമയത്തിനകം ആലിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിലേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.